മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ, സക്കാത്തിന്റെ വിഷയം, സദക്കയുടെ വിഷയം പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, ഒരു നെൽമണി വെക്കുന്നവനെ പോലെയാണ്. 7 കതിര് പൊട്ടി ഓരോ കതിരിലും 100 നെൽമണി വീതം 700, ഒന്നിന് 700 പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നു. ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടല്ല പറഞ്ഞതാ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ നിയമം എന്താണ്? അതിനു മുമ്പുള്ള വുളുവിന്റെ നിയമം എന്താണ്? വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ അവസ്ഥ, ഒരു വലിയ മുറിവ് കയ്യിൽ പറ്റി ഒരിക്കലും കഴുകാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം നനഞ്ഞു പോയാൽ ശരീരത്തിന്റെ അവയവത്തിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന് വിദഗ്ധനായ നിപുണനായ ഡോക്ടർ പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിയമം വന്നില്ലേ? ഫതയമ്മമൂ, നിങ്ങൾ വെള്ളം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മണ്ണെടുത്ത് തയമ്മം ചെയ്യുക. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയം നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിന്ന് നിസ്കരിച്ചോ. ഇനി നിൽക്കാൻ പറ്റും, പക്ഷേ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാനേ പറ്റോളെങ്കിൽ നീ ഇരുന്ന് നിസ്കരിച്ചോ. എല്ലാത്തിനും അല്ലാഹു തആല നിസ്കാരത്തിൽ ഇളവ് തന്നല്ലോ. 4 നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 നിസ്കരിക്കാൻ ഖസ്റല്ല തന്നില്ലേ, ജംഅ അല്ലാഹു തന്നില്ലേ, എല്ലാ ആനുകൂല്യങ്ങളും അല്ലാഹു തന്നു. നോമ്പിന്റെ വിഷയം വരുമ്പോ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചാ മതി. വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു, നിനക്ക് പട്ടിണി കിടക്കാൻ പാടില്ല, വെള്ളം കൃത്യമായി കുടിച്ചില്ലെങ്കിൽ നിനക്ക് അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ നോമ്പ് നിനക്ക് വിടാമല്ലോ. യാത്ര ചെയ്യുന്നവന് നോമ്പില്ലല്ലോ. അവിടെയും അല്ലാഹു നോമ്പിനവിടെ ആനുകൂല്യം കൊടുത്തു. എന്നാ സഹോദരങ്ങളെ, ഹജ്ജിന്റെ വിഷയം നിങ്ങൾ നോക്ക്. അവന് പോകാൻ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവന് ഒത്തുവരുമ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അവന് യാത്രാ സൗകര്യം, അവന്റെ ആരോഗ്യം, അവന് സമ്പത്ത്, ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അവന് ഹജ്ജ് നിർബന്ധമാവുകയാ. എന്നാ സക്കാത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നോക്ക്. വർഷം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ ആനുകൂല്യങ്ങൾ അല്ലാഹു ഒന്നൊന്നായി നമ്മുടെ ഇബാദത്തുകളിൽ തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല യാതൊരു ആനുകൂല്യം തരാത്തൊരു വിഷയം ഏതാണ്? അത് പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹുവേ, ഞാൻ അവനൊരു 10 മിനിറ്റ് പരദൂഷണം പറഞ്ഞോട്ടെ? അനുവാദമില്ല. ഞാൻ എന്തെങ്കിലും അവനെ പറ്റി പറഞ്ഞോട്ടെ? ചില ആളുകൾക്കുണ്ടല്ലോ, അതൊരു ഹോബിയാണ്, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ ആഗ്രഹമുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ